സംസ്ഥാന ഗവൺമെൻറ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നൊന്ന് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിലും ഒരു വിമർശന രീതി ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് അവർ വിമർശിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് പൊതുജനം വിമർശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ KS വരുന്നതിന് മുൻപ് തന്നെ വളരെ കാലമായി സെക്രട്ടേറിയറ്റ് സർവീസിലെ ഉദ്യോഗസ്ഥര്, അതുപോലെ കോളേജുകളിലെ, സ്കൂളുകളിലെ, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ, മെഡിക്കൽ കോളേജുകളിലെ എല്ലാ ക്യാമ്പസുകളെയും രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ആ ഭരണക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണീയരെ മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി ക്യാമ്പസുകളും അതായത് ഏത് തരം ക്യാമ്പസ് ആണെങ്കിലും ആ ക്യാമ്പസിനെ ആ തരത്തിൽ ആ ഭരിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് മടക്കി കെട്ടാനുള്ള ഒരു ശ്രമങ്ങൾ, അവരുടെ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കാനുള്ള ശ്രമം, അതാണ് മടക്കി കെട്ടുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രമം ഉണ്ടായിരുന്നു. അതുപോലെ അത് തൽഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ഇപ്പോൾ തന്നെ എല്ലാ ക്യാമ്പസുകളിലും ഗുണ്ടായിസം നടക്കുകയാണ്. അതായത് LDF ഗുണ്ടായിസം എന്ന് വേണമെങ്കിൽ പറയാം. LDF ഗുണ്ടായിസം ക്യാമ്പസുകളിൽ നടക്കുന്ന സമയത്ത് തന്നെയാണ് കോടതി വരെ ഇടപെട്ട് ക്യാമ്പസ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ രാഷ്ട്രീയം പാടില്ല എന്ന് കോടതി ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. കോടതി ഉദ്ദേശിച്ചിട്ടുള്ളത് ഗുണ്ടായിസം അവസാനിപ്പിക്കണം. ഏത് കുട്ടിക്കും രാഷ്ട്രീയമാകാം, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും ആ രാഷ്ട്രീയത്തിൽ നിലകൊള്ളാനും ഉള്ള അവകാശം ഓരോ കുട്ടിക്കുമുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഊന്നൽ നൽകുന്ന അവകാശമാണ്. അപ്പോൾ അത് അനുവദിക്കണം. പക്ഷെ ആ സാധ്യതയില്ല, ക്യാമ്പസുകളിലില്ല. അതുപോലെ സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ആ സാധ്യതയ്ക്ക് ഭംഗം വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം, ഉദാഹരണത്തിന് എൻ്റെ തന്നെ ഒരു അനുഭവം പറയാം. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് LDFിലെ വലിയ ഒരു മുതിർന്ന നേതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, ഒരു നേതാവിൻ്റെ ഭാര്യയാണ്. അവർ പറയുമായിരുന്നു എന്നോട്, LDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സഖാക്കളുടെ ഭരണമാണ്. പ്ലാനിംഗ് ബോർഡിൽ സഖാക്കളുടെ ഭരണം, സെക്രട്ടേറിയറ്റിൽ സഖാക്കളുടെ ഭരണം, അതുപോലെ തന്നെ ക്യാമ്പസുകളിലും സഖാക്കൾ തന്നെ ഭരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടതാണ്, യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സഖാവായ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നത്, ഏത് തരത്തിൽ എത്ര ഹീനമായിട്ടാണ് ഉപദ്രവിക്കുന്നത് നാം കണ്ടത്. അതുപോലെയൊക്കെ അത്രയ്ക്കും നിന്ദ്യമായ രീതിയിലേക്ക് രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നു. അപ്പം അതേ അധപ്പതനത്തിൻ്റെ മിന്നലാട്ടമാണ് നമ്മൾ സെക്രട്ടേറിയറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതായത് സെക്രട്ടേറിയറ്റ് ഈ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ഒരു 20% തൊഴിലാളികൾ രാഷ്ട്രീയത്തിനൊക്കെ എബവ്, അവർ അക്കൗണ്ടബിലിറ്റിയോടുകൂടി, അതായത് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് സർക്കാരാണ്, സർക്കാർ എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സാധാരണക്കാരോട്, അവരുടെ ആവശ്യങ്ങളോട് നീതി പുലർത്തണം, നന്നായിട്ട് ജോലി ചെയ്യണം എന്ന ആത്മാർത്ഥതയോടെ അക്കൗണ്ടബിലിറ്റിയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു പറ്റം, അതായത് ഒരു 20% കാണുള്ളൂ സെക്രട്ടേറിയറ്റിൽ അതുപോലെയുള്ളവർ. അതുപോലെ അധ്യാപകരുടെ കൂട്ടത്തിലും ഒരു 20% പേരെ നന്നായി വായിച്ച് നല്ലവണ്ണം ഹോംവർക്ക് ചെയ്ത് തൻ്റെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവർ. മെഡിക്കൽ കോളേജിലാകട്ടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലാകട്ടെ എവിടെ പോയാലും നമുക്കറിയാം ഒരു 20-25% ആത്മാർത്ഥതയും അക്കൗണ്ടബിലിറ്റിയും ഉള്ളൂ എന്ന്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒക്കെ ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാത്ത രാഷ്ട്രീയക്കാർ ഭരണത്തിൽ വരികയും അവരോട് ചേർത്ത് ഈ പറയപ്പെട്ടവരെ ചേർത്ത് അവരുടെ പാർട്ടി വലുതാക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് പൊതുജനക്ഷേമമല്ല, അവനവൻ്റെ ജനക്ഷേമം, അവനവൻ്റെ പാർട്ടിയിൽ ഇരിക്കുന്നവരുടെ ക്ഷേമം, അതാണ് അവരുടെ താല്പര്യം. അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ KSനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ KSനെ പറ്റി എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? KSകാരെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരുമ്പോൾ, അതായത് IASകാരുടെ അടുത്ത് തൊട്ട് താഴെ IASകാരുടെ കഴിവിനോട് അടുത്തു വരുന്ന,
അവരെ പൂർണ്ണമായി മനസ്സിലാക്കി അവർ വിചാരിക്കുന്ന കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സേന, അങ്ങനെ ഒരു സേന വരണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സിവിൽ സർവീസിന്റെ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ തൊട്ട് താഴെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് ഗവൺമെന്റിനെ നയിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു ചിന്തയോടുകൂടി ഗവൺമെന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കൊണ്ടുവരുന്നു. പക്ഷേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ എല്ലാ ജീവനക്കാരും ഈ പറയപ്പെട്ട കക്ഷി രാഷ്ട്രീയത്തിന്റെ പിണിയാണുകളായി മാറിയിരുന്നു. ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ LDF ഭരണം, ഇപ്പോൾ 2016-17 മുതലുള്ള LDF ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങേയറ്റം വളരെ നിന്ദ്യമായ രീതിയിൽ പോലീസുകാരെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. എല്ലാ കേഡറിലുമുള്ള പോലീസുകാരെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. അതായത് ടോപ്പ് ടു ബോട്ടം സെക്രട്ടേറിയറ്റിലെ മുഴുവൻ തലത്തിൽപ്പെട്ട ജീവനക്കാരെയും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. എന്തിനു വേണം? കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ ഒരു വിങ്ങല്ല. പക്ഷേ ഗവൺമെന്റുമായി വർത്തിത്വത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു വനിതാ കൂട്ടായ്മയാണ് സംസ്ഥാനത്ത് മൊത്തമുള്ള. അവരെ പോലും പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച്, നമുക്ക് ഓർമ്മയുണ്ട്, അതായത് നവകേരള സദസ്സും കേരളീയവും ഒക്കെ നടത്തിയപ്പോൾ അവരൊക്കെ ക്യാപ്റ്റീവ് ഓഡിയൻസിനെ പോലെ, അതായത് വന്നിരുന്ന് കേൾക്കുക, അങ്ങനെ അവരെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ശിക്ഷണ നടപടി ഏറ്റുവാങ്ങുക, ആ തരത്തിലായിരുന്നു അവരോടുണ്ടായിരുന്ന സമീപനം. എന്ന് വെച്ചാൽ അവരൊക്കെ അവരുടെ രാഷ്ട്രീയം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ചേരുക, ഞങ്ങളുടെ പറയുന്നത് അനുസരിക്കുക, ആ തരത്തിലേക്ക് വളരെ നികൃഷ്ടമായ രീതിയിൽ വ്യക്തിത്വ ഹത്യ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് ഇക്കാര്യങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചു കാണുന്നത്. അപ്പം ഈ KISകാരെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ സിവിൽ സർവീസ് IASകാരുടെ തൊട്ട് ഒരു ഗ്യാപ്പ്, IASകാരും മറ്റ് താഴെയുള്ള ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ ഫില്ല് ചെയ്യുന്ന ഒരു പടിയായിട്ട് അവർ പ്രവർത്തിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അവരങ്ങനെ ആകുന്നില്ല. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? KISകാരെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് പുരോഗമനപരമായ മാറ്റങ്ങൾ വകുപ്പുകളിൽ കൊണ്ടുവരാനാണ്, പഴയതിൻ്റെ തുടർച്ചയ്ക്ക് അധ്യക്ഷത വഹിക്കാനല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതായത് ഇപ്പം നമുക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുതിച്ചുചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എന്താ പറയുക, ഗവൺമെന്റ് സർവീസ്, അതായത് സെക്രട്ടേറിയറ്റ് സർവീസൊക്കെ വലിയ തോതിൽ ആധുനവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. അതിന് വലിയ രീതിയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മികവ് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള ഒരു എടുത്തുചാട്ടം പ്രതീക്ഷിച്ചാണ്. അത് തന്നെയല്ല, നമുക്കറിയാം, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുമെന്നും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്നും ഒക്കെ പറഞ്ഞാണ് ഭരണത്തിൽ വന്നത്. പക്ഷെ നമുക്കറിയാം, കാര്യക്ഷമത ഏറ്റവും താഴ്ന്നു കിടക്കുകയാണ്, താഴെ തട്ടിലേക്ക് പോയി. നമുക്കറിയാം, വരുമാന സമാഹരണത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഫെയിലിയർ ആയിരിക്കുന്നു. അതായത് നികുതി വരുമാനം സമാഹരിക്കുന്നതിലാകട്ടെ, നികുതിയേതര വരുമാനം സമാഹരിക്കുന്നതിലാകട്ടെ ഗവൺമെന്റ് താഴേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട്. അതായത് ഒരേ വ്യക്തി തന്നെ പലവിധ പെൻഷനുകൾ വാങ്ങുന്നു. അതായത് ഖജനാവ് കാലിയായിരിക്കുന്ന സാഹചര്യത്തിലാണെന്ന് ഓർക്കണം, കടം വാങ്ങിച്ച് പെൻഷൻ കൊടുക്കുന്നു, പലതരത്തിലുള്ള പെൻഷൻ. അപ്പോൾ പോലും ഒന്നിലധികം പെൻഷൻ, അർഹതയില്ലാത്ത പെൻഷൻ പോലും ഓരോരുത്തർ വാങ്ങിച്ചെടുക്കുന്നു. അത് കണ്ടെത്താൻ പോലും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യക്ഷമത കൂപ്പുകുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് KISകാരോട് ഗവൺമെന്റ് പറയുന്നത്, ഇതല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കൂടുതൽ കാര്യക്ഷമമായ ഭരണ മുന്നേറ്റമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പറ്റി സ്റ്റീൽ ഫ്രെയിം, അതായത് ഒരു ഗവൺമെന്റിന്റെ സ്റ്റീൽ ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റീൽ പുറംചട്ട എന്നാണ്. എന്ന് വെച്ചാൽ ആ സ്റ്റീൽ പുറംചട്ടയ്ക്ക് അകത്തുള്ള ഭരണം കാര്യക്ഷമമായിരിക്കും, അതിനൊരു കോട്ടവും തട്ടില്ല എന്നാണ് ആ സ്റ്റീൽ ഫ്രെയിം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്
ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പൊതുവെ താരതമ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പറയുന്നത് അത് ഗവൺമെന്റിന്റെ ഒരു സ്റ്റീൽ ഫ്രെയിം ആയിട്ടാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ അത്ര എന്ന് വെച്ചാൽ വളരെ കാര്യക്ഷമതയും ശക്തിയുമുള്ള ഒരു ഫ്രെയിം. ആ ഫ്രെയിമിനകത്ത് എന്തും കാര്യക്ഷമമായി തന്നെ നടത്താൻ പറ്റും, നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. പക്ഷെ ആ സ്റ്റീൽ ഫ്രെയിമിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്ന് ഇപ്പോൾ ഒരുപാട് വിമർശകർ പറയാറുണ്ട്. കാരണം പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ആ സ്റ്റീൽ ഫ്രെയിമിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയവൽക്കരണമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഈ പറയപ്പെട്ട IAS ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ അവരാവശ്യപ്പെടുന്നിടത്തേക്ക് പിന്നെ സ്ഥലമാറ്റം കൊടുക്കുക, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്താനുള്ള അനുവാദം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. മറിച്ച് ആ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഉള്ളത് എങ്കിൽ അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. അത് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റും ചെയ്യുന്നത്. IAS അല്ലെങ്കിൽ ഏത് നമ്മൾ നവീൻ ബാബുവിന്റെ കേസ് മാത്രം ഓർത്താൽ മതി. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ളവർക്ക്, അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തവർക്ക്, അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാർക്ക്, അദ്ദേഹത്തെ അറിയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ പറയാനുള്ളത് നവീൻ ബാബു ഒരു കാരണവശാലും കൈക്കൂലി വാങ്ങുകയോ അതായത് തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. ഒക്കെ നിയമത്തിന്റെ വഴിക്ക് വിടുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി ഇത്തരം ഒരവസാനം അദ്ദേഹത്തെ ഇത്രയധികം കുത്തി നോവിച്ച് അദ്ദേഹത്തെ അപമാനിച്ച് സത്യത്തിൽ മരണത്തിന്റെ വഴിയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടു എന്ന് എനിക്കിപ്പോഴും വിശ്വാസം. അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയെന്ന് തന്നെയാണ്. കാരണം അതല്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു നല്ല കുടുംബ പശ്ചാത്തലമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരുടെ സംസാര രീതികളും ഒക്കെ കേട്ടാൽ അറിയാം അവരെ എത്ര ഹൃദയാവർജകമായ രീതിയിൽ, എത്ര ആനന്ദകരമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നവരാണെന്ന്. അത്തരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു കാരണം കൊണ്ടും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയത് തന്നെയായിരിക്കാം. അപ്പം അനീതിക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കുമെന്ന സന്ദേശം അതാണ് നവീൻ ബാബുവിന്റെ മരണം നമുക്ക് തരുന്നത്. ആ പേടി സെക്രട്ടേറിയറ്റ് സർവീസിലുള്ള അക്കൗണ്ടബിലിറ്റിയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും നിർവീര്യരാക്കി കളയുന്ന ഒന്നാണ് എന്ന് നമുക്ക് മറക്കാൻ പാടില്ല. അപ്പൊ എന്താണ് ശരിക്കും സെക്രട്ടേറിയറ്റിനെ അതായത് KIS നന്നാക്കി കൊണ്ടുവരാൻ ചെയ്യേണ്ടത്? KIS നന്നാക്കി കൊണ്ടുവരാൻ, അവരെ കാര്യക്ഷമതയുള്ളവരാക്കാൻ വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരെ കാര്യക്ഷമതയുള്ളവരാക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന രീതിയിൽ KIS ശക്തീകരിച്ച് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഒന്നാമതായിട്ട് വേണ്ടത് അവരെ രാഷ്ട്രീയ മുക്തരാക്കുക. ഭരിക്കുന്ന ഗവൺമെന്റ് ഏത് തന്നെയുമാകട്ടെ, ഒരു KIS ഉദ്യോഗസ്ഥന് ചെയ്യേണ്ട ധർമ്മങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരിക്കണം. ആ തരത്തില് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം കൊടുക്കുക, അവകാശം കൊടുക്കുക. ആ അവകാശത്തിൽ ആരും കൈകടത്താതിരിക്കുക. അതാണ് KIS ശക്തിപ്പെടുത്താൻ, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമത്, ഒരു 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും കാര്യക്ഷമത പരീക്ഷിക്കുന്ന തരത്തിലുള്ള അതായത് അവർക്ക് ഇൻക്രിമെന്റോ പ്രൊമോഷനോ ഒക്കെ കൊടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ടെസ്റ്റ്, ഒരു ഇന്റർവ്യൂ ഇതൊക്കെ നടത്തുക. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗ്രഹിച്ച രീതിയിൽ ഇപ്പോഴത്തെ ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മിടുക്കരാണോ എന്ന് നോക്കേണ്ട, അതേ സമയത്ത് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷൻ അനുസൃതമായ രീതിയിൽ അവരുടെ ഭരണ വകുപ്പിൽ, അവർക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ KIS ഒരു കുഴപ്പമുള്ളതായിട്ട് ഇപ്പൊ മനസ്സിലാകുന്നത്, അതായത് മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, അതായത് ഇവർക്ക് അത് മാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും KIS മുകളിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞ് ചില KIS സർവീസിൽ കയറിയപ്പോൾ തന്നെ, KIS കയറിയപ്പോൾ തന്നെ എന്നെ വളരെ ലൈറ്റായിട്ട് വർക്കുള്ള ഏതെങ്കിലും ഒരു വകുപ്പിൽ ഇടണേ എന്നാണ് സീനിയേഴ്സിനോട് ആവശ്യപ്പെടുന്നത്. എന്താ കാരണം? എൻ്റെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട്, അതും അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് അസുഖമാണ്, അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് തന്നെ KIS കാര്യക്ഷമതയ്ക്ക് വിരുദ്ധമാണ്. ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിലെ അവസ്ഥ
ആ ഉദ്യോഗസ്ഥന്റെ പിന്നെ ഉദ്യോഗ പദവിയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർ റിസൈൻ ചെയ്തു പോകണം. വീട്ടുകാരെ മാത്രം നോക്കി വീട്ടിലിരിക്കണം. അതല്ലാതെ എൻ്റെ വീട്ടിൽ എനിക്ക് കൊച്ചു കുട്ടികളുണ്ട്, അതുകൊണ്ട് എന്നെ ലൈറ്റായിട്ടുള്ള ജോലി ഏൽപ്പിക്കണം, അതുപോലെ എൻ്റെ പേരൻസിന് അസുഖമുണ്ട്, അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു കണ്ടീഷനും ഉപാധിയും വെക്കാൻ ഒരു അത് ലജ്ജാകരമാണ്. KS വേണം താനും ജോലി ചെയ്യാനും പറ്റില്ല. അത് അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയാണ്. അപ്പൊ അതിന് അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരെ KS പിൻവലിച്ച് തന്നെ താഴേക്ക് ആക്കണം എന്നുള്ളതാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ മറ്റൊന്ന്, ഈ KSകാരോട് IASകാർക്കും വേണം ഒരു സഹവർത്തിത്വ മനോഭാവം. നിങ്ങൾ ഞങ്ങളെക്കാൾ ഒരുപാട് താഴെയാണ്, ഞങ്ങളോ ഓൾ ഇന്ത്യ പരീക്ഷ കഴിഞ്ഞ് വന്നവരാണ്, ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാരെ പരിശീലിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ പിന്നെ സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത, ഉദാഹരണത്തിന് ജിജി തോംസൺ, അദ്ദേഹം കാര്യക്ഷമതയുള്ള ഒരു IASകാരനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര IPSകാരെയും IASകാരെയും പഠിപ്പിച്ച കഥകൾ എനിക്ക് പറയാനുണ്ട്. നല്ല മിടുക്കരായിട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷെ അതുപോലെ മിടുക്ക് കുറേയെങ്കിലും കാണണം ഈ KS കിട്ടി വന്നവർക്ക്. അപ്പോൾ എനിക്കതിൽ സംശയമുണ്ട് കേട്ടോ, ചിലരുടെ കാര്യത്തിലെങ്കിലും. ഉദാഹരണത്തിന് KSന്റെ ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്റർവ്യൂ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂ സമയത്ത് ഒരു കുട്ടിയോട് ഞാൻ ചോദിക്കുന്നു, ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു, എത്ര വർഷമായി സർവീസിൽ വന്നിട്ട് എന്ന് ചോദിച്ചു. അതായത് ഒരു സെക്രട്ടേറിയറ്റ് സർവീസിൽ ജോലിയിലിരുന്ന വനിതയാണ്. 15 വർഷമായി. ഏത് വകുപ്പിലായിരുന്നു? ഫിനാൻസിലായിരുന്നു. അപ്പോൾ ഫിനാൻസിലാണെങ്കിൽ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, എന്താ റവന്യൂ ഡെഫിസിറ്റ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. അപ്പം കുട്ടി കുറച്ച് നേരമായിട്ട് പറയുന്നില്ല. പറയാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം. റവന്യൂ ചെലവ് കൂടിയിരിക്കും, റവന്യൂ വരുമാനം കുറവായിരിക്കും. ആ വ്യത്യാസത്തിനെയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, വെറുതെ അല്ല, 15 വർഷമായി ഫിനാൻസിൽ ഇരുന്നിട്ട് റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ കേരളത്തിൻ്റെ ഖജനാവ് ഇങ്ങനെ കാലിയാകാൻ കാരണം നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടിക്കും KS ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ആ കുട്ടിക്ക് മാർക്കിട്ടത് പാസ് മാർക്ക് കൊടുത്തിരുന്നു. കാരണം മറ്റ് പല ചോദ്യങ്ങളും ആ കുട്ടി നന്നായിട്ട് ആൻസർ ചെയ്തിരുന്നു. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന്, വരുമാന പിന്നെ സമാഹരണവും ചെലവും ഒക്കെ നിയന്ത്രിക്കേണ്ടത് ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ വളരെ ക്രൂഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയാത്ത ഒരാൾ 15 വർഷമായിട്ട് ആ സർവീസിൽ ഇരിക്കുകയാണെന്ന് ഓർക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കാര്യക്ഷമത ഇല്ലാതെയാണ് ആ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും മറ്റു വകുപ്പുകളും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ കാര്യക്ഷമത സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ എന്താ വേണ്ടത്? ടോപ്പ് ടു ബോട്ടം, താഴെ നിന്ന് മുതലേ ആ ജോലി അങ്ങ് പഠിക്കണം. ഫിനാൻസ് ആണെങ്കിൽ ആദ്യം മുതലേ ഫിനാൻസിന്റെ എല്ലാ കാര്യങ്ങളും, ഏത് വകുപ്പിലാണെങ്കിലും ആ വകുപ്പിന്റെ ജോലി ആദ്യം മുതൽ. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വരുമാനം കുറവായതുകൊണ്ടാണല്ലോ എപ്പോഴും ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി ഉള്ളത്. അതായത് നികുതിയേതര വരുമാന മാർഗങ്ങൾ, 36 പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങൾ ഉണ്ട്. എത്ര പേർക്കറിയാം ഈ കാര്യം? ഗവൺമെന്റ് സർവീസിൽ സെക്രട്ടേറിയറ്റിൽ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന, അത് ഫിനാൻസിൽ മാത്രമല്ല അവിടെയുള്ള 36 വകുപ്പുകളിലുമായിട്ട് ചുറ്റി കിടക്കുകയാണ് ഈ നികുതിയേതര വരുമാന മാർഗം. ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ വകുപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പിരിച്ചെടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് പിരിവ് നടക്കാത്തത്? ഇത്ര കാര്യങ്ങൾ എത്രയാണ് ലോകത്തെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ വകുപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കണം. അതൊക്കെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് ഈ ഇൻഫർമേഷനൊക്കെ നമ്മുടെ വിരൽ തുമ്പിൽ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേരളത്തിന്റെ പ്രവർത്തനം എത്ര മോശമാണ് അല്ലെങ്കിൽ എത്ര മെച്ചമാണ്. എൻ്റെ കാര്യക്ഷമത അറിയണമെങ്കിൽ അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഞാൻ അങ്ങനെ എൻ്റെ വരുമാനം, എൻ്റെ വകുപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ടോ, അങ്ങനെ സർക്കാരിനോട് എൻ്റെ സഹകരണം വരുമാനമായിട്ട് ഞാൻ സംഭാവന ചെയ്യുന്നുണ്ടോ
ഇതൊക്കെ നോക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ കാര്യക്ഷമതയോടുകൂടി വകുപ്പ് ഭരിക്കാൻ ഒരു KISകാർക്ക് കഴിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആദ്യം മുതൽ അതിൻ്റെ ഏറ്റവും ആദ്യ പടി മുതലുള്ളതേ പഠിച്ചു വരണം. അതിന് അവർക്ക് അവസരം കൊടുക്കണം. അതിന് വേറെ ആരെയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് മനസ്സ് വേണം. വെൻ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ആ വിൽ ഇല്ലാതെ വരുമ്പോഴാണ് അവർ പഠിക്കാതെ പോകുന്നത്, അക്കൗണ്ടബിൾ അല്ലാതെ പോകുന്നത്. അതുകൊണ്ട് KISന്റെ പ്രതിജ്ഞ എടുക്കണം. ഞാൻ അക്കൗണ്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യും എന്ന് തന്നെ പ്രതിജ്ഞ എടുക്കണം. നമ്മൾ ഈ പോക്കറ്റ് നിറയാൻ പണം വാരിക്കൊണ്ട് പോയാൽ മാത്രം പോരാ. ശമ്പളവും കിമ്പളവും വാങ്ങിച്ചാൽ പോരാ. നമ്മൾ ഓർക്കണം, ഈ ശമ്പളം മുഴുവനും സാധാരണക്കാരന്റെ നികുതി വരുമാനമാണ്, നികുതിയിൽ നിന്നാണെന്ന് ഓർക്കണം. എന്താ ഞാൻ സാധാരണക്കാരന്റെ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ധനികൻ ഉദാഹരണം അദാനിയുടെ വരുമാനത്തിന്റെ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഭാഗം മാത്രമേ അയാളുടെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. അതിൽ മാത്രമേ അയാൾ സാധാരണ നികുതി കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ പറയുന്നത് പോലെ നികുതി നിഷേധവും ഒക്കെ നടത്തുന്നുണ്ടാവും. മറിച്ച് ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്ന, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ഒരാള് 1600 രൂപയും നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ആ ഓരോന്നിലും അയാൾ നികുതി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, സാധാരണക്കാര് കൊടുക്കുന്ന നികുതി പണമാണ് ശമ്പളമായും പെൻഷനായും പോക്കറ്റിലേക്ക് വരുന്നത് എന്ന ധാരണയോട് കൂടി വേണം ഇവരൊക്കെ പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവർ പഠിക്കാൻ, അവരുടെ വകുപ്പിനെ പറ്റി സമഗ്രമായി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് അവർ ടെസ്റ്റ് അണ്ടർഗോ ചെയ്യണം, ഇന്റർവ്യൂ അണ്ടർഗോ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അതൊന്നും ഒരു നാണം കെട്ട പരിപാടിയല്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഓർക്കുക, എലൺ മസ്ക് എന്താ ചെയ്തിരിക്കുന്നത്? അമേരിക്കയിലെ എലൺ മസ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്നൊരു വകുപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രംപ് ഭരണത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ, തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ ഇനിയും കിടക്കുകയാണ് സമയം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് തന്നെ സൃഷ്ടിച്ചു. അതിലെ വളരെ മിടുക്കരെയാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഭരണം മെച്ചപ്പെടുത്തുക, അതാണ് ട്രംപിന്റെ ഉദ്ദേശം. അപ്പൊ അതിന് ഇനി നമ്മൾ ട്രംപിനെയോ അല്ലെങ്കിൽ എലൺ മസ്കിനെയോ നോക്കി പോകണ്ട. നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നൊബേൽ പ്രൈസ് 2019 കിട്ടിയ അഭിജിത് ബാനർജിയുടെ വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്ന ഗ്രന്ഥം, അതിൽ അദ്ദേഹം ആ ഗ്രന്ഥം ആക്ച്വലി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. 2019 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് നാഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശങ്ങൾ ചോദിച്ചിരുന്നു. എങ്ങനെയാണ് നമുക്ക് പോളിസി മേക്കിംഗ് ഒക്കെ നടത്തുക. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നത്, അദ്ദേഹം ഈ ഒരു താരതമ്യം നടത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അതൊക്കെ നമുക്ക് ആ പുസ്തകത്തില് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ എന്നുള്ള ആ ഗ്രന്ഥത്തിൽ അറിയാം. 2019 ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ എലൺ മസ്ക് നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി എന്നൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ട്രംപ് ഫോം ചെയ്തിരിക്കുകയാണ്. അതിനനുസൃതമായി അതിൽ പറഞ്ഞിരിക്കുന്ന, അത് എന്തിനു ചെയ്തിരിക്കുന്നോ ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എഫിഷ്യൻസിക്ക് വേണ്ടത്, അതാണ് നമ്മുടെ അഭിജിത് ബാനർജിയുടെ പുസ്തകത്തിൽ പറയുന്നത്. അതായത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് ലാറ്ററൽ എൻട്രി വഴിയായിട്ട് കുറെ മിടുമിടുക്കരെ എന്ന് വെച്ചാൽ മറ്റ് വ്യവസായങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പുറത്ത് ഗവൺമെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭരണകൂടത്തിന് വെളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിടുമിടുക്കരെ വിവിധ വകുപ്പുകളിലേക്ക് ലാറ്ററൽ എൻട്രി അനുവദിച്ചു. അപ്പൊ ലാറ്ററൽ എൻട്രി അനുവദിച്ചപ്പോ എന്തിനാണ് അങ്ങനെ ലാറ്ററൽ എൻട്രി അനുവദിച്ചത്? അന്ന് 2019 അഭിജിത് ബാനർജി നൽകിയ ഉപദേശമാണ് അവിടെ നരേന്ദ്രമോദി നടപ്പിലാക്കിയത്. ലാറ്ററൽ എൻട്രി എന്തിനാണ്? ഏത് വകുപ്പുകളിലാണോ കൂടുതൽ കാര്യക്ഷമത ആവശ്യമുള്ളത്, അതായത് ടെക്നോളജി അപ്ഗ്രഡേഷൻ, അതിന് നിലവിലിരിക്കുന്ന വകുപ്പ് മേധാവികളോ അല്ലെങ്കിൽ വകുപ്പിലുള്ളവരോ പ്രാപ്തരല്ല. അപ്പൊ എന്താണ് വേണ്ടത്? അവരെ പിരിച്ചുവിടുകയല്ല വേണ്ടത്, അവരെ പ്രാപ്തരാക്കാനും അവരോടൊത്ത് വർക്ക് ചെയ്യുക. അങ്ങനെ അവരോടൊത്ത് വർക്ക് ചെയ്ത് അവരെ പ്രാപ്തരാക്കുക. അതിനുവേണ്ടി പ്രാപ്തരായിട്ടുള്ളവരെ പുറത്തുനിന്ന് കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്. ഇവിടെ ലാറ്ററൽ എൻട്രി ആണ് എനിക്ക് തോന്നുന്നത് അഭിജിത് ബാനർജിയുടെ റെക്കമെൻഡേഷനോട് ചേർന്നാകാം ഈ ലാറ്ററൽ എൻട്രി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. എന്തായാലും
അങ്ങനെ അപ്പോൾ കാര്യക്ഷമത ആ വകുപ്പിൽ വരുന്നു. ഇവിടെ പക്ഷെ അവർ പിരിഞ്ഞു പോകുന്നില്ല. അഭിജിത് ബാനർജി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു സർട്ടൻ പീരീഡിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഫിഷ്യന്റ് ആയിട്ടുള്ളവരെ വകുപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ളവരെ അതുപോലെ തന്നെ പ്രാപ്തരാക്കിയതിന് ശേഷം ഇവരുടെ അപ്പോയിന്റ്മെന്റ്സ്, അതായത് കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്, ആ കോൺട്രാക്ട് തീരുമ്പോഴത്തേക്കും ഇവരുടെ അപ്പോയിന്റ്മെന്റ്സ് പോകുന്നു, അത് തീരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിലവിലിരിക്കുന്നവർക്ക് ഒരു ത്രെട്ട് ഇല്ല, അതേ സമയത്ത് കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പൊ രണ്ടായാലും കാര്യക്ഷമത വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ്, അതുപോലെ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആവശ്യമാണ്. അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ട്രഡീഷൻ, ടൂറിസം, ഈ 5 T വഴിയായിട്ട് ഇന്ത്യയെ വികസിപ്പിക്കുമെന്ന്. അപ്പൊ അവിടെ ഈ പറയപ്പെട്ട ട്രെയിനിങ്ങും ടെക്നോളജിയും അങ്ങനെ. അപ്പൊ ഈ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി നടത്തുമ്പോൾ ആ ലാറ്ററൽ എൻട്രി നടത്തിയിരിക്കുന്ന മിടുക്കരെ കൊണ്ട് ഈ സർവീസിൽ ഇരിക്കുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും കർമ്മശേഷി വർദ്ധിച്ചവരാകും. അപ്പോഴേക്കും കാര്യക്ഷമത, അതായത് ആ വകുപ്പിന്റെ കാര്യക്ഷമത ഇൻ ടോട്ടോ വർദ്ധിക്കും. ആ തരത്തിലുള്ള ഒരു അപ്രോച്ച് സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് എടുക്കുക. അങ്ങനെ ലാറ്ററൽ എൻട്രി അല്ല, കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ്സ് നടത്തിക്കൊണ്ട് കാര്യക്ഷമത ഇല്ലാത്തവരെ കാര്യക്ഷമതയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അഭിജിത് ബാനർജി റെക്കമെൻഡ് ചെയ്തതുപോലെ, അവിടെ അഭിജിത് ബാനർജി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തി കൊടുക്കുകയല്ല ചെയ്യുന്നത്, എഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് അതത് വർഷം ഇൻക്രിമെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കുക, അങ്ങനെ എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുക. അത് അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇല്ല. കാരണം കേരളത്തിൽ എല്ലാം ട്രേഡ് യൂണിയൻ മയമാണ്. കേരളം ഭരിക്കുന്നത് തന്നെ ട്രേഡ് യൂണിയൻ ആണ്. ഇങ്ങനെ ട്രേഡ് യൂണിയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വികസനം എന്നത്, ഫിസ്ക്കൽ ക്രൈസിസ് ഓവർകം ചെയ്യുക എന്നത് ഒക്കെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. അങ്ങനെ അവശേഷിക്കാതിരിക്കണമെങ്കിൽ ട്രേഡ് യൂണിയനിന് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മൂക്കുകയറിയിടുക. കാൾ മാർക്സ് എങ്ങനെയാ ട്രേഡ് യൂണിയന് മൂക്കുകയറിടാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പഠിച്ച ടെക്നോളജി പ്രയോജനമില്ലാതെ വരുമ്പോ യു റീസ്കിൽ. അങ്ങനെയാണ് നോക്കുകൂലിക്ക് കടിഞ്ഞാണിടുന്നത് മാർക്സ്. എങ്ങനെയാണ് നോക്കുകൂലിക്ക് കടിഞ്ഞാണിടുന്നത്? നിങ്ങൾ പഠിച്ച ടെക്നോളജി മറന്നു പോകുമ്പോൾ പുതിയ ടെക്നോളജിയിലേക്ക് നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യൂ, റീസ്കിൽ ചെയ്യൂ. അതല്ലാതെ നോക്കുകൂലി ചോദിച്ചിരിക്കുകയല്ല വേണ്ടതെന്നാണ് മാർക്സ് പറഞ്ഞത്. നോക്കുകൂലി ചോദിക്കുന്നവരെ മാർക്സ് കണ്ടാല് അദ്ദേഹം ചാട്ടവാറ് കൊണ്ടല്ല, അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി കളയും. അതാണ് മാർക്സിന്റെ തത്വ ചിന്ത. ദാ എൻ്റെ പുറകിലിരിക്കുന്നു മാർക്സ്, എന്നെ നോക്കിയും നിങ്ങളെ നോക്കിയും ചിരിച്ചുകൊണ്ട്. മാർക്സിന്റെ ദാസ് ക്യാപിറ്റലിന്റെ 3 വാല്യങ്ങളും നിങ്ങൾ നോക്കിയാൽ എൻ്റെ പുറകിലിരിക്കുന്നത് കാണാം. അപ്പൊ ആ മാർക്സ് പറയാത്ത കാര്യങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടി LDF എന്നും പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യക്ഷമതയ്ക്ക് അങ്ങനെ നമുക്ക് നോക്കാം. കാര്യക്ഷമതയ്ക്ക് ഗവൺമെന്റ് കാര്യക്ഷമതയോടുകൂടി, അതായത് ഗവൺമെന്റ് ഭരിക്കുന്ന പാർട്ടി ഏതുമാകട്ടെ ആ പാർട്ടിയുടെ പിണിയാണുകളാക്കാൻ നോക്കാതെ, ഭരണകൂടത്തിന്റെ താല്പര്യത്തിനൊത്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ മാറ്റാതെ, ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമതയോടുകൂടി ഭരണകൂടം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് കാര്യക്ഷമത വർദ്ധിക്കുക. അങ്ങനെയായാൽ KASഉം ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കും. അതല്ല ഇപ്പോൾ പോകുന്നത് പോലെ രാഷ്ട്രീയവൽകൃതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഒരു അതായത് KASകാർ മാത്രമല്ല IASകാരും കാര്യക്ഷമത ഇല്ലാത്തവരായി കഴിഞ്ഞു കേരളത്തില്. കാരണം അവരൊക്കെ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛയ്ക്കൊത്താണ്, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ അവസ്ഥ ഞങ്ങൾക്കും വരുമെന്ന ഭയം അവർക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഭയം ഇല്ലാത്ത രീതിയിൽ മുന്നേറാൻ അവർക്ക് അവസരം കൊടുക്കണം. രാഷ്ട്രീയ പിണിയാളുകളാക്കി അവരെ മാറ്റരുത്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ ബൗദ്ധികമായ നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത അവർക്ക് ഒരുക്കി കൊടുക്കുക.